ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്നു. ലാലേട്ടൻ ഇട്ട് പൊരിച്ചു അനുമോളെ. എന്താണ് കാരണം? അന്ന് ആര്യനും ജിസയിലും ചേർന്നിട്ട് ബെഡ്ഷീറ്റിനുള്ളിൽ കിടന്ന് കിസ് ചെയ്തു എന്നുള്ളൊരു ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ. ഇവര് എല്ലാവരും ചേർന്ന് ട്രയൽ കാണിച്ചുവല്ലോ. ഇത്രയും വലിയൊരു ഷോയിൽ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കരമായി ചീത്ത പറഞ്ഞു. അനുമോളുടെ ഫേസ് ഒക്കെ മാറി കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അനുമോള്. പക്ഷെ അനുമോൾ അപ്പോഴും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കണ്ടത് കറക്റ്റാണ്, ഇവര് ചെയ്തു, എന്റെ ബെഡിലിരുന്ന് നോക്കി കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രൂഫായിട്ട് പറയുന്നു അനുമോള്. ലാലേട്ടൻ പറഞ്ഞു ഇത്ര ക്യാമറ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്ര ക്യാമറയിൽ ഞങ്ങൾ നോക്കി, ഇങ്ങനെ ഒരു സംഭവം അതിൽ നടന്നിട്ടില്ല എന്ന് ലാലേട്ടൻ പറയുന്നു. പക്ഷേ ഏതാ സത്യം ഏതാ ഇത് എന്നുള്ളത് അറിയുന്നില്ല. എന്തെങ്കിലും നിങ്ങൾ ബെഡ്ഷീറ്റിനുള്ളിൽ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അനുമോൾ എത്രത്തോളം ഇങ്ങനെ പറയാൻ കാരണം. അതിന് ജിഷിൽ ട്രയൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ മസ്താനി അനുമോളുടെ കൂടെ ട്രയൽ കാണിച്ചു. ആ ആദിൽ 100 പുതപ്പെടുത്തിട്ട് വന്ന് കൊടുത്തു. ഇവരെ ഓരോരുത്തരുടെയും വിളിച്ചിട്ട് ലാലേട്ടൻ പൊരിച്ചു കിടന്നിട്ട്. അനുമോൾ കാണിക്കുന്നത് കറക്റ്റാണ് എന്നും പറഞ്ഞ് അനുമോൾ നിൽക്കുന്നുണ്ട്. ഒന്നും കളിക്കുന്നില്ല അവൻ അനീഷ് പറഞ്ഞുവല്ലോ. ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചു. ആദ്യം 3-4 ടീമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ എൻട്രി വൈൽഡ് എൻട്രി വന്നതോടുകൂടി 2 ടീമായി മാറി. പിന്നെ അനീഷിനോടും അഭിലാഷിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഒപ്പീനിയൻ, എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത്. 2 പേരും കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു, പറയുന്നതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ലാലേട്ടൻ ഓണം ആയതുകൊണ്ട് ഹൗസിൻ്റെ ഉള്ളിൽ ലാലേട്ടൻ വന്നു. എല്ലാവരും പെൺകുട്ടികളെല്ലാവരും ചേർന്ന് തിരുവാതിരക്കളി ആടി, കാണാൻ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അക്ബർ ഓരോരുത്തരുടെ കാര്യത്തെ കുറിച്ചിട്ട് പാട്ട് പാടി. അത് കറക്റ്റായിരുന്നു ആ പാട്ട്. പക്ഷെ കേൾക്കാനും നന്നായിരുന്നു. സ്വന്തം തന്നെ അക്ബറിനെ കുറിച്ചും പാടി. നന്നായിരുന്നു അത് കേൾക്കാൻ. ഓരോരുത്തരുടെ ഫാമിലിയും ഓണം ആയതുകൊണ്ട് വിഷസ് കാണിച്ചു. അവരവരുടെ ഫാമിലി വരുമ്പോ അവരൊരു ശംഖ് പൊട്ടനുണ്ടല്ലോ, അവര് കാണുമ്പോഴൊരു കരച്ചിലും നമുക്ക് കാണുമ്പോഴേ ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. കാരണം കാണാനേ പറ്റുന്നില്ല, ഫോൺ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിപ്രഷൻ വേറെയാണല്ലോ. ഫാമിലി കാണുമ്പോഴേക്കും അവർക്ക് ശംഖ് പൊട്ടി കരയുന്നു. എല്ലാവരും അത്ര വിഷമിക്കുന്നു. രേണുസുതി എന്നും ക്യാമറയിൽ പോയിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നു. ദിവസവും പറയോ അത്ര രേണുസുതി. പക്ഷെ നമ്മൾക്ക് എല്ലാം ക്യാമറയിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഇതില്. പക്ഷെ മക്കളെ കാണാണ്ട് രേണുസുതിക്ക് തീരെ ഇരിക്കാൻ പറ്റുന്നില്ല അത്ര. ഭയങ്കര ഡിപ്രഷൻ ആവുന്നു അത്ര. രേണുസുതി ഞാനല്ലാണ്ടേ ആവുന്നു ഇതിൻ്റെ ഉള്ളിൽ, അതിന് ഞാൻ പുറത്തു പോകുന്നതല്ലേ നല്ലതെന്ന് രേണുസുതി പറയുന്നു. അത് കറക്റ്റ് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ ഫീലിങ്സ് ആണല്ലോ ഇതൊക്കെ. അത് ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് നിറയെ പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോകേണ്ട ആളല്ല. പിന്നെ നിങ്ങൾ ഈ ദിവസം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കും ഈ ഹൗസിന്റെ ഉള്ളിൽ ഇരുത്താൻ വിഷമമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞയക്കുന്നതെന്ന് പറഞ്ഞിട്ട് രേണുസുതിയെ കൊണ്ടുപോയി. രേണുസുതിക്ക് സന്തോഷമായി, പുറത്തു പോകണമെന്ന് പറഞ്ഞത് അത്ര സന്തോഷപ്പെടുന്നു. പിന്നെ അനുമോളുടെ ബൊമ്മയില്ലേ, ബൊമ്മ, അയ്യോ അത് വല്ലാത്തൊരു ഇഷ്യൂസ് ആയി അവിടെ. കാരണം എന്തെങ്കിലും വഴക്കുണ്ടായി പറഞ്ഞാൽ ആ ബൊമ്മയെ വെച്ചിട്ട് ഇങ്ങനെ മന്ത്രങ്ങൾ പറയും അത്രേ അനുമോള്. അപ്പൊ എല്ലാവർക്കും ബൊമ്മ എന്ന് പറഞ്ഞു ഭയങ്കര പേടിയായി. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എന്താണ് ആര്യനും നമ്മുടെ അപ്പാനിയും അക്ബറും ഇവർക്കൊക്കെ ഈ ബൊമ്മ എന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. അപ്പൊ ലാലേട്ടൻ ആര്യന്റെ അടുത്ത് കൊടുത്തു. പേടിക്കാൻ തന്നെ പേടിക്കുന്നു ആര്യൻ. എന്തുകൊണ്ടാണ്? അപ്പാനിയും പറയുന്നു അയ്യോ ലാലേട്ട എനിക്കിത് തൊടാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണെന്നുള്ളതിൽ ഇവര് 3 പേരും പറയുന്നുണ്ട്. അക്ബറും പറഞ്ഞു ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മന്ത്രം പറയൂ അത്രേ അനുമോള്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനുള്ള പേടി തോന്നും. അപ്പൊ ഈ ബൊമ്മയെ വെച്ചിട്ട് ഇങ്ങനെയും ഓരോരോ മന്ത്രങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എന്തോ അതിലുണ്ട് എന്നുള്ളൊരു ഫീലാണ് എല്ലാവരും മനസ്സിലും പോയിരിക്കുന്നത്. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു അനുമോൾക്ക് ബൊമ്മ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കളി ആവശ്യമില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പാനി ഭയങ്കര ബാഡ് വേർഡ്സ് ആണല്ലോ അപ്പാനിക്ക് യൂസ് ചെയ്തത്. ഇത്രയും വലിയൊരു ആക്ടറായിരുന്നു അപ്പാനി, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു യൂസ് ചെയ്യാൻ പാടുമോ? എന്ത് തന്നെയാണെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് പറയുമ്പോ അത്രയും ചീപ്പായിട്ടുള്ള ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കണോ അത്ര അപ്പാനെ പുറത്താക്കി. അപ്പൊ എന്നിട്ട് മസ്താനിക്ക് ഭയങ്കര സന്തോഷമായി, നന്നായി ഈ പുറത്തായത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുറത്ത് പറയാൻ പറ്റാത്തൊരു വർക്കാണ് അത്ര മസ്താനിയോട് അപ്പാനി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മസ്താനി പറഞ്ഞിരിക്കുന്നു എന്റെ മുമ്പിൽ നീ ഒരു ദിവസം മുമ്പിൽ നീ പുറത്ത് പോകണം എന്നുള്ള രീതിക്ക് മസ്താനെ അപ്പാനെയും വഴക്കുണ്ടാക്കിയിരിക്കുന്നു.
ക്യാമറയിൽ പോയിട്ട് അപ്പാന് പോയ സ്പോട്ടില് സന്തോഷപ്പെട്ട് ക്യാമറയിൽ പോയിട്ട് മസ്താന് പറയുന്നു നന്നായി പോയതെന്ന് അങ്ങനെ പറയുന്നു. കേൾക്കുമ്പോ തന്നെ അത്രയും മനസ്സിനുള്ള തട്ടിയത് കൊണ്ടാണല്ലോ മസ്താൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇത്രയും ഒരു വലിയൊരു ബാഡ് വേർഡ്സായി യൂസ് ചെയ്തത് അതെന്താണെന്ന് നമുക്ക് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് വന്ന് ഡോക്ടർ പറയുന്നു, ബിനി പറയുന്നു, ഇങ്ങനെയാണോ പറയാ, ഒരാൾ പുറത്തു പോയിട്ട് ഇത്രത്തോളം ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. ലാലേട്ടനും ചോദിക്കുന്നു മസ്താനോട്, എന്താ മസ്താനി ഇത്രത്തോളം ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുന്നു. എന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു ലാലേട്ട, അതുകൊണ്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അപ്പാന് പോയത് അത്രയും സന്തോഷമായി എന്നുള്ളത് ഓപ്പണായിട്ട് തന്നെ മസ്താനി പറയുന്നു ലാലേട്ടനോട്. ലാലേട്ടൻ പറയുന്നു അടുത്ത വീക്കില് ആരാ പുറത്തു പോകുന്നത് നമുക്ക് നോക്കാലോ എന്നുള്ള രീതിക്കും പറയുന്നു. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.